അസ്സലാമുഅലൈക്കും. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. മുട്ടയും ഉരുളക്കിഴങ്ങും ആണ് നമുക്കിതിൽ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സിമ്പിളായിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കുന്നതെന്നുള്ളത്. ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് ആണെങ്കിൽ 3 വരെ എടുക്കാം. അത് നന്നായിട്ട് വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്ത് വെക്കുക. ഉടച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ കട്ടയില്ലാതെ ഉടച്ചെടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് അവസാനം മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അതേപോലെ തന്നെ ഞാനിവിടെ ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 2 ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയുടെ പകുതി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള സവാളയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ എരിവുള്ള ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. എരിവ് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇതിന്റെ മസാല ഇടുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് കട്ടായി പോയതാണ്. അപ്പോൾ അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മസാല എല്ലായിടെയും നന്നായിട്ട് പിടിക്കണം. അപ്പൊ നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്യാൻ നോക്കുക. എന്നാലേ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല രുചി ഉണ്ടാവുള്ളൂ. അപ്പൊ അതെ, ഞാനിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ്. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് പകുതിയായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പീസ് എടുക്കുക. അതേപോലെ തന്നെ ഒരു കയ്യിൽ നല്ല പോലെ ഓയിൽ തേച്ച് കൊടുക്കുക. എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങിന് ഇതുപോലെ ചെറിയൊരു ബോൾ എടുത്തിട്ട് ഇതിന്റെ മേലയിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിപ്പിച്ചു കൊടുക്കുക. ഒരുപാട് പണിയൊന്നുമില്ല, നന്നായിട്ട് അത് ഒട്ടിക്കിടന്നോളും ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ. അതേപോലെ തന്നെ ഒത്തിരി ആയിട്ട് അങ്ങ് ഫുള്ളായിട്ട് കവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പകുതി മാത്രം കവർ ചെയ്തെടുത്താൽ മതി ഇതേപോലെ. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് എടുക്കുന്ന സമയത്ത് ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കവർ ചെയ്താൽ മതി. കാരണം അപ്പോഴാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കാരണം മുട്ടയുടെ ടേസ്റ്റ് ആണ് അപ്പോൾ മുന്നിൽ ഉണ്ടാവുക, ഉരുളക്കിഴങ്ങിന്റെ ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പൊ ഞാൻ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഉരുളക്കിഴങ്ങിന്റെ ബാക്കി മസാല വെച്ച് ഞാൻ 2 കുഞ്ഞു ബോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ബോണ്ട ഉണ്ടാക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് 8 പീസാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക, 4 മുട്ട വെച്ചിട്ട് ഈ ഒരു അളവിൽ ചെയ്യുകയാണെങ്കിൽ. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാനുള്ള മാവ് ഉണ്ടാക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ അവിടെ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ചധികം മല്ലിയില ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി നമുക്ക് ഇതിനകത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവ് എപ്പോഴും പറയണ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചേർക്കുക. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് ഉപ്പാണ്. അപ്പൊ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വേണം നമുക്കിത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസ് ആയി പോകരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയിൽ നമ്മൾ ദോശമാവ് ഉണ്ടാക്കില്ല, അപ്പൊ ആ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പൊ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ലൂസ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം ഇടുമ്പോൾ തന്നെ മനസ്സിലാവും അതിൽ അധികം മാവ് പിടിക്കില്ല. അപ്പൊ ഒരു 1-2 സ്പൂണും കൂടെ മാവിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പൊ ഇതിനകത്തോട്ട് ഞാൻ ഒരു നുള്ള് സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട്. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പൊ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിൽ ഒരുപാട് ചൂടുണ്ടാവേണ്ട, നമുക്കൊരു മീഡിയം ചൂടുള്ളപ്പോൾ തന്നെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതേപോലെ നമ്മുടെ മാവിനകത്ത് ഇതൊന്ന് ഇട്ടിട്ട് ഇനി പെട്ടെന്ന് തന്നെ എടുത്തിട്ട് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് ലൂസ് ആണെങ്കിൽ മാവ് ഇതിനകത്ത് പിടിക്കാതിരിക്കും. ആ സമയത്ത് നമുക്ക് 1-2 സ്പൂണ് കടലമാവും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ മുട്ടയുള്ള ഭാഗം ഒരുപാട് നേരം ഫ്രൈ ചെയ്യരുത്. അപ്പോൾ ഏത് ഭാഗത്താണോ ഉരുളക്കിഴങ്ങുള്ളത് ആ ഭാഗത്ത് നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇത് 2 സൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റാം. ഇതിലങ്ങനെ ഒരുപാട് ഓയിലൊന്നും കുടിക്കില്ല. അപ്പൊ ഇതേ
ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് സാധാരണ നമ്മൾ കഴിക്കുന്ന ഉരുളക്കിഴങ്ങ് ബോണ്ട പോലെയല്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. കാരണം മുട്ട ഫുള്ളായിട്ട് വരുന്നതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമ്പാകുമ്പോഴേക്കും സിമ്പിൾ ആയിട്ടുള്ള സ്നാക്ക് ഇടണം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു കിഡിലെ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.